എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ വാചകം മുഖ്യമന്ത്രി വി ഡി സതീശന്റേതാണ്. അതുതന്നെയാണ് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുമുള്ളത്. എന്തൊക്കെയാണ് നടക്കുന്നത് മന്ത്രിസഭയിൽ? വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് മന്ത്രി അറിയുന്നില്ല. മന്ത്രി അറിയുന്നില്ല എന്നത് ചെറിയ കാര്യമാണെങ്കിൽ പോകട്ടെ, നിയമസഭയിൽ MLA ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു മന്ത്രി. പക്ഷേ മന്ത്രി പറയുന്നു, ഞാൻ അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല എന്ന്. കേൾക്കാം. നിയമസഭയിൽ ഇതിനെപ്പറ്റി ഒരു ചോദ്യം വന്നിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. ആകെ ഞാൻ മന്ത്രി ആയതിനു ശേഷം വന്നത് ഒരാളുകളെ പറ്റി മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. അല്ല, നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോയി. നിങ്ങളെല്ലാം കൂടി കണ്ട് തരീക്കിടല്ലേ. ഞാനൊന്ന് പറയണേ, അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്ക്. ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിയമസഭയിൽ അങ്ങ് നൽകിയ മറുപടി കൊണ്ട് വയനാട് തുരങ്കപാത ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു, പദ്ധതി ഉടൻ പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാകരൻ MLAക്ക് നൽകിയ മറുപടി, ഇതേക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന്. ഇനി പ്രേക്ഷകർ കണ്ടുകൊള്ളൂ. ഇനി പ്രേക്ഷകർക്ക് കാണാം പ്രഭാകരന്റെ ചോദ്യവും PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മറുപടി സ്ക്രീൻഷോട്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 16ാം കേരള നിയമസഭ 1ാം സമ്മേളനം. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 982, 29/6/2026, 29/6 എന്ന് വെച്ചാൽ ജൂൺ 29-ന് നിയമസഭയിൽ കൊടുത്ത മറുപടി. വിഷയം: ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി. ചോദ്യം ചോദിക്കുന്നത് പ്രഭാകരൻ, മറുപടി നൽകിയ മന്ത്രി PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ഒന്നാമത്തെ ചോദ്യം: മുൻ സർക്കാരിന്റെ കാലത്ത് പ്രവൃത്തി ആരംഭിച്ച ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി വിശദമാക്കാമോ? പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമോ? മറുപടി: ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി ചുവടെ ചേർക്കും പ്രകാരമാണ് എന്ന് പറഞ്ഞ് സൗത്ത് പോർട്ടൽ, നോർത്ത് പോർട്ടൽ, അങ്ങനെ വിവിധ തലത്തിൽ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അടുത്ത ചോദ്യം, അതിന് മറുപടി ഉണ്ട്. അതിനുശേഷം അടുത്ത ചോദ്യം: പദ്ധതിക്കായി കിഫ്ബി മുഖാന്തരം എത്ര തുകയാണ് അനുവദിച്ചത്? ഇതിൽ നാളിതുവരെ എത്ര തുക ചെലവഴിച്ചു എന്ന് വ്യക്തമാക്കാമോ? അതിന് മറുപടി: ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ട്വിൻ ട്യൂബ് പഠന പദ്ധതിക്ക് ആകെ 1134.5 കോടി രൂപയുടെ അംഗീകാരമുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ, വനം വകുപ്പിലേക്കുള്ള NPV പേയ്മെന്റ്, EMP ജോലികൾ, കരാറുകാരന് നൽകിയ മൊബിലൈസേഷൻ അഡ്വാൻസ് എന്നിവയ്ക്കായി 240.3 കോടി രൂപ ഇതിനകം വിനിയോഗിച്ചു. അടുത്ത ചോദ്യം: പദ്ധതി സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സംസ്ഥാന സർക്കാർ ഏജൻസികളുമായി ഏകോപനം നടത്തി പദ്ധതി സുഗമമായി മുന്നോട്ട് പോകുന്നു. പ്രസക്തമായ എല്ലാ അനുമതികളും ക്ലിയറൻസുകളും ലഭിച്ചിട്ടുണ്ട്. പദ്ധതി പൂർത്തിയായാൽ വയനാട്ടിലേക്കുള്ള ഗതാഗത സൗകര്യത്തിൽ വരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അടുത്ത ചോദ്യം. യാത്രാ സമയം 1.5 മണിക്കൂറും ദൂരം 22 കിലോമീറ്ററും ആയി കുറയുമെന്ന് മറുപടി കൊടുക്കുന്നു. കാലാവസ്ഥ അതിജീവന ശേഷിയുടെ മെച്ചപ്പെട്ട കണക്ടിവിറ്റി ഉണ്ടാകുമെന്ന് പറയുന്നു. വയനാട്ടിലെ താമസക്കാർക്ക് വൈദ്യസഹായം വേഗത്തിൽ ലഭിക്കും, ടൂറിസം വികസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 11ഓളം നേട്ടങ്ങളാണ് വിശദീകരിക്കുന്നത് മന്ത്രി PK ബഷീർ. അദ്ദേഹം പിന്നീട് പറയുന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ മുഖ്യമന്ത്രിയാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞത്. ഒരു തവണയല്ല, 4 തവണ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറിയത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ്. അതേ പാതയിൽ തന്നെയാണ് മന്ത്രിമാർ. അവരും വകുപ്പിൽ നടക്കുന്നത് എന്താണ് എന്ന് അറിയുന്നില്ല. വി ഡി സതീശന് കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ ഓരോ HODമാർ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്മാർ അയക്കുന്ന നോട്ടീസുകളെ കുറിച്ചൊന്നും അന്വേഷിക്കലല്ലോ എന്റെ ജോലി എന്നതാണ്. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രിമാർക്കും അതല്ല പണി. പക്ഷെ നിയമസഭയിൽ നൽകുന്ന മറുപടി അത് ആധികാരിക രേഖയാണ്. അതുപോലെ മന്ത്രി അറിയുന്നില്ല എന്നതാണ് സ്ഥിതി. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന വി ഡി സതീശന്റെ ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്.